കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഒരു പന്നിയിറച്ചി ഫ്രൈ വയ്ക്കുക. അപ്പോൾ കൂട്ടുകാരെ കൂടെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണം. ഇത് പന്നിയിറച്ചി 2 കിലോ പന്നിയിറച്ചിയാണ്. അത് ക്ലീൻ ചെയ്യാൻ ഇത് പന്നിയിറച്ചിയുടെ തൊലിയോട് കൂടിയാണ് കിട്ടുന്നത്. അവർ കടക്കാർ തന്നെ ഇത് അരിഞ്ഞു തന്നതാണ്, കട്ട് ചെയ്ത് തന്നതാണ്. എനിക്കിഷ്ടമല്ല ഈ തൊലിയോട് കൂടി. ഞാൻ തൊലി ചെത്തിക്കളയുന്നുണ്ട്, ഇങ്ങനെ ചെത്തിക്കളയും. ചിലവർ തൊലി കൂട്ടി പിന്നെ ഫ്രൈ വെക്കും. ഇവിടെ താല്പര്യമില്ല. ഇതിൻ്റെ രോമമുണ്ട്, നമ്മൾ സൂക്ഷിച്ച് നോക്കി. ഇതിന് രോമമുണ്ട്. അത് ഇവിടെ എടുക്കുകയില്ല. ഇത് തൊലി ഞാൻ കളയുക. തൊലിയുമുണ്ട്, ഇറച്ചിയുമുണ്ട്. ഇത് ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ്. ഇത് ഫ്രൈ ചെയ്ത് നല്ല സ്വാദാണ്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് ഒരു 3-4 കഴുകി ഒലച്ചെടുത്ത് പിഴിഞ്ഞ് എടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഒരു വിനീഗറും ഉപ്പുകല്ലും കൂടി ഇട്ട് നമുക്ക് കഴുകിയെടുക്കാം. അപ്പം ഞാൻ ഇത് ക്ലീൻ ചെയ്യും. കൂട്ടുകാരെ, ഇതിൻ്റെ തൊലി ഇതാണ്ട് ഇത്രയും, ഒരു 100 ഗ്രാം. വലിയ തൂക്കമൊന്നും കുറയത്തില്ല. നമുക്ക് എന്തിനാ തൊലി വേണ്ട. തൊലി ഇത്രയുണ്ട്. അത് ഞാൻ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇത് കഴുകാം. ഇറച്ചി കഴുകാം. ഒരു 3-4-5 പ്രാവശ്യം കഴുകണം. വ്യക്തമായൊക്കെ മാറണം. ലാസ്റ്റിൽ നമുക്ക് വിനീഗറും ഉപ്പുകൂടെ ഒഴിച്ച് കഴുകാം. ഇതിപ്പം കൂട്ടാത്തവരുണ്ട്. ഇത് കൊള്ളത്തില്ല, അവർ കൂട്ടാത്തത് കൊണ്ട് അവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷേ ഞാൻ നോക്കിയിട്ട് ബീഫും പോത്തിറച്ചി, ചിക്കൻ ഇതിനേക്കാളും എല്ലാം ഇത് ഫ്രൈ ചെയ്താൽ എനിക്കിത് നേരത്തെ ഇതിൻ്റെ രുചി അറിയത്തില്ലായിരുന്നു. നമ്മളൊന്ന് കൂട്ടി നോക്കിയാലല്ല ഇതിൻ്റെ, അല്ലെങ്കിൽ ഓരോരുത്തർ അയ്യേ പന്നിയിറച്ചിയോ എന്ന് പറയും. പക്ഷേ അത് കൂട്ടാത്തത് കൊണ്ടാണ് പറയുന്നത്. ഇത് കൂട്ടാത്തവരുണ്ട്. കൂട്ടാത്തവർക്ക് വേണ്ടി ഞാനിത് ഫ്രൈ ആക്കി കാണിക്കുന്നത്. 3-4-5 വെള്ളത്തിൽ ഒരു ശകല ഇത്രയും ഉപ്പുകല്ലും ഇട്ട് ഇതിന് ഒരടപ്പില്ലേലും അരടപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ് ഇത് കഴുകുന്നതിന്. അത് നല്ലതായിട്ട് ഒലച്ച് ലാസ്റ്റിലേ അഞ്ച് തവണ ഞാൻ കഴുകി. പന്നിയിറച്ചി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് അടുപ്പിലോട്ട് വെക്കാം. ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ഇത്ര ഇടുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള നമുക്ക് നോക്കിയിട്ട് ഈ 1 കപ്പ് വെള്ളവും നാല് വിസിൽ. ചീനിച്ചട്ടി ചൂടായി. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം.
ഓയിൽ ചൂടാകുമ്പോൾ തേങ്ങാക്കൊത്ത് അങ്ങോട്ടിടുക. ഇതിന് ഒഴിച്ചുകൂടാത്ത തേങ്ങാക്കൊത്ത്. ഈ പന്നിയിറച്ചിക്ക് അത്യാവശ്യം ഈ തേങ്ങാക്കൊത്ത രുചി. നമുക്ക് ഈ തേങ്ങാക്കൊത്ത് ചൂടായ എണ്ണയിലോട്ട് ഇടാം. ഇതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പിലയും വറ്റൽമുളകും തേങ്ങാക്കൊത്ത് പകുതി നോക്കുമ്പോൾ നമുക്ക് പിന്നെ ഉള്ളി ഇടാം. ചെറിയ ഉള്ളിയാ ഒന്നുകൂടെ നല്ലത്. ഞാൻ ചെറിയ ഉള്ളിയല്ല, സവാള. എൻ്റെ ചെറിയ ഉള്ളി ഇല്ലായിരുന്നു. ചെറിയ ഉള്ളി തീരെ ചെറുതായിരിക്കും. അത് പൊളിച്ചെടുക്കാൻ ഒത്തിരി താമസം. തേങ്ങാക്കൊത്തൊരു പകുതി മൂപ്പാകുമ്പോൾ നമുക്ക് സവാള ഇടാം. അല്ലെങ്കിൽ സവാളയും തേങ്ങാക്കൊത്തും കൂടെ ഒന്നിച്ചിട്ടാൽ തേങ്ങാക്കൊത്ത് പിന്നെ മൂക്കുകയില്ല, സവാള മൂത്ത് പോകും. ഇനി ഇത് അരമുറി തേങ്ങ ആണ് ഞാൻ ഇത് എടുത്തേക്കുന്നത് വറക്കാൻ. ഇത് ഒരു 5 ചെറിയ ഉള്ളി, 5 സവാള. ഇനി ഇതാണ് നമുക്ക് ഇങ്ങോട്ടിടാം. ഉള്ളി വാടുമ്പോൾ നമുക്ക് സവാള പിന്നെ തക്കാളി 3 ചെറിയ തക്കാളിക്ക, ഒരു 4 പച്ചമുളക്. ഇനിയും തക്കാളിക്കയും പച്ചമുളകും കൂടെ ഇടാം. ബ്രൗൺ കളറായിട്ടുണ്ട് ഉള്ളി. ഈ തക്കാളിക്ക് നല്ലതായിട്ട് വാടണം. നല്ലതായിട്ട് വാടിക്കഴിയുമ്പോൾ നമുക്ക് പൊടി വകകളിടാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. നല്ലതായിട്ട് വാടട്ടെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത്രയും മതി. നല്ലതായിട്ട് വാടിയിട്ടുണ്ട്. കൂടെ വലിയ ജീരകം, പെരുംജീരകം ഇത്രയും ഇടാം. തീ കുറച്ചിട്ട് നമുക്ക് പൊടിവകകളെല്ലാം ചേർക്കാം. ഇപ്പോൾ ഈ സമയം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറു തീയിൽ നമുക്ക്
കൂടുതലും കുരുമുളക് പൊടിയാണ് വേണ്ടത്, എരിവ്. പച്ചമണം മാറുന്നിടം വരെ നമുക്കിത് ഇളക്കാം. കുരുമുളക് പൊടി ചെറിയ സ്പൂണ്, അതിന് 2 സ്പൂണ്. പച്ചമണം മാറിയിട്ടുണ്ട്. തീ ഒന്ന് ഓഫാക്കി ഇത് 4 വിസിലടിച്ച് ഓഫാക്കി വെച്ചേക്കുമായിരുന്നു. വെന്തോന്ന് നമുക്കിത് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, ഇത്രയും ഇതിൻ്റെ നെയ്യാണ്. നമുക്ക് ഇതിനകത്തുനിന്ന് ഇത് കോരിയെടുക്കണം. ഇപ്പോൾ ഒന്ന് വെന്തോന്നൊന്ന് നോക്കാം. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തുനിന്ന് കോരിയെടുക്കാം. നമുക്ക് ഇത് ഇത്രയും നെയ്യുടെ ആവശ്യമില്ല. ഇതിനകത്തോട്ട് ഈ നെയ്യ് നമുക്ക് ഇത് ഡ്രൈ ആയിട്ട് വേണ്ട, ഒരു മയം വേണമല്ലോ. ഇതിനകത്തോട്ട് ഒഴിക്കും. ഇത് വറക്കുമ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുന്നതിനൊക്കെ ഒന്നും മയമായിട്ടൊക്കെ ഒന്ന് കുഴഞ്ഞ ഇറച്ചിയാണ് നല്ലത്. ഡ്രൈ ആയിട്ടിരിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് ഇറച്ചി ഇടോട്ടിടാം. നമ്മുടെ ബീഫിൻ്റെ അത്രയൊന്നും വേവില്ല. ഇത് 4 വിസിൽ അടിച്ചപ്പോഴേ വെന്തു. അതിനകത്ത് നെയ്യൊന്നും എടുത്ത് കളയരുത്, ഇത് നമുക്ക് വേണ്ടിയത്.
ഇത് ചിലർ ഇത് ഉണ്ടാക്കിയിട്ടില്ല, ഇഷ്ടം ഇത് കൂട്ടാത്തവർക്ക് ഇഷ്ടമല്ല, ഇത് കൊള്ളത്തില്ലെന്നൊക്കെ. പക്ഷേ നല്ല ഇതാ, ഒരു തവണ കൂട്ടുകാരൊന്ന് വെച്ച് ഇതൊന്ന് കൂട്ടി നോക്കിക്കേ, പിന്നെ ഇഷ്ടപ്പെടും. ഗരം മസാല ഇടാം. മാത്രം മതി. വെളിച്ചെണ്ണ, ഇത് വെളിച്ചെണ്ണയിൽ വെക്കുന്നത് രുചി. അപ്പം നമുക്ക് ഇപ്പോൾ ഒന്ന് നോക്കാം ഉപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന്. ഈ സമയത്ത് ഒരു സ്വല്പം ഉപ്പും കൂടെ വേണം. നെയ്യ് ഒഴിച്ചതാണ്ട് ഇപ്പോൾ കണ്ടോ, അതൊരു ഫ്രൈ ഒരു കുഴഞ്ഞ പരുവ. ഷാപ്പിലൊക്കെ അങ്ങനെ എണ്ണ കൂറുന്ന പോലെ നല്ല ഫ്രൈ ആയിട്ടല്ല, റെഡി ആയിട്ടുണ്ട്, നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഇറച്ചി ചോറിനും അപ്പത്തിനും കപ്പയ്ക്കും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. നല്ല സ്വാദുള്ള നല്ല പഞ്ഞി പോലുള്ള ഇറച്ചി. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി ഇറച്ചി പന്നി ഫ്രൈ ഉണ്ടാക്കണം. എനിക്ക് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ബെല്ലൈക്കനും ഷെയറും കമൻറ്റും കൂട്ടുകാർ ചെയ്യണേ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.